എങ്ങനെ ഇരിക്കണം? സകലത്തിലും. നമ്മുടെ ട്രാൻസ്ലേഷനിലേക്ക് വരാം, ഐശ്വര്യമായിരിക്കണം. രോഗത്തിന് ചികിത്സിക്കുന്നവര് അടുത്ത ടെസ്റ്റിന് രോഗം സൗഖ്യമായത് കേൾക്കട്ടെ. കാരണം നീ ഐശ്വര്യമായിരിക്കണമെന്ന് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അത് പാപമല്ല, അത് ദൈവവചനത്തിന്റെ വാഗ്ദത്തമാണ്. അതൊരു പ്രോമിസാണ്. നിങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്നുള്ള വചനത്തിന്റെ വെളിപ്പാടാണ്. ഇതങ്ങ് നെഞ്ചോട് ചേർത്ത് വെച്ച് പറയണം, ഇത് എന്നോടുള്ള ദൈവശബ്ദമാണ്. ഞാൻ രോഗിയായി തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പകരം ഞാൻ സൗഖ്യം പ്രാപിച്ച് ഐശ്വര്യമുള്ളവനായി, ഐശ്വര്യമുള്ളവളായി എന്റെ ഭവനത്തിൽ യേശുവാകുന്ന വെളിച്ചത്തെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കാൻ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ശുഭമായും സുഖമായും എന്ന് പറഞ്ഞാൽ, സുഖം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അവിടെ നീ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് അതിന്റെ അർത്ഥം. എങ്ങനെ ഇരിക്കണം കേട്ടോ സിസ്റ്ററെ? എങ്ങനെ ഇരിക്കണം? ആരോഗ്യത്തോടെ. എല്ലാരും പറഞ്ഞ ആരോഗ്യത്തോടെ. ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കണം. എന്റെ തലമുറ ആരോഗ്യത്തോടെ ഇരിക്കണം. നിങ്ങൾക്കറിയാമോ, അടുത്തൊരു വൈറസ് വരാൻ പോകുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ന്യൂസ് കിട്ടിയെന്നറിയില്ല. കഴിഞ്ഞ സമയങ്ങളിൽ വന്ന കൊറോണ വൈറസിനേക്കാൾ 100 ഇരട്ടി ശക്തിയുള്ള വൈറസ് 24 ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ന്യൂസ് കണ്ടിട്ടുള്ളവരോ കേട്ടിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തിയേ. ഓക്കെ, റൈറ്റ്, ചിലർക്ക് മനസ്സിലായി. പകർച്ചവ്യാധികൾ പെരുകുന്ന കാലം. മനുഷ്യരുടെ സ്നേഹം തണുത്തു പോകുന്ന കാലം. വിശ്വാസികളുടെ വിശ്വാസം കുറഞ്ഞു പോകുന്ന കാലം. ഉപജീവനത്തിനു വേണ്ടി ആമേൻ തങ്ങളുടെ ഹൃദയം മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് ആത്മീയതയ്ക്ക് പ്രാധാന്യമില്ലാത്ത കാലം. അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, യേശുവിന്റെ വരവിന്റെ കാലം. തന്റെ സഭയെ ചേർക്കാൻ യേശു മേഘത്തിൽ വരാൻ സമയമായി. തന്റെ സഭയിൽ നിന്ന് പറന്നു പോകാൻ സമയമായി. കാലങ്ങളും അതിന്റെ അടയാളങ്ങളെ പങ്കുവയ്ക്കുന്നു. നോഹയുടെ കാലത്തെ കുറിച്ച്, ലോത്തിന്റെ കാലത്തെ കുറിച്ചിട്ടൊക്കെ യേശു കർത്താവ് അതിന് ഒരു ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിപ്പിച്ചും തിന്നും കുടിച്ചും ഈ ഭൂമിയിൽ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ കാര്യാദികളെ ശ്രദ്ധിച്ചുകൊണ്ട് ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ നടന്നുപോയ കാലം. പ്രിയമുള്ളവരെ, നമ്മുടെ ഭക്തി കുറഞ്ഞു പോകരുത് നാൾക്ക് നാൾ. കാര്യം, നമ്മെ ചേർക്കാൻ യേശു വരാൻ സമയമായി. നമ്മൾ ഒന്നിനെയും തേടി അങ്ങോട്ട് പോകണ്ട. നിനക്ക് വേണ്ടുന്നതെല്ലാം നൽകിത്തരാൻ നീ വിശ്വസിക്കുന്ന ദൈവം ശക്തനാണ്. വയലിലെ താമരയെ ചമച്ചവൻ, ആകാശത്തിലെ പറവകൾക്ക് വേണ്ടുന്നത് നൽകിക്കൊടുക്കുന്നവൻ, ആഴിയുടെ ആഴത്തിലെ സകല ജീവികൾക്കും വേണ്ടുന്നത് നൽകിക്കൊടുക്കുന്നവൻ, നിന്നെ അവന്റെ കരം കൊണ്ട് മെനഞ്ഞെടുത്ത അവന്റെ സൃഷ്ടിയായ നിനക്ക് വേണ്ടുന്നത്, അന്നത്തേക്ക് വേണ്ടുന്നതെല്ലാം നൽകിത്തരാൻ അവൻ ശക്തനാണ്. ഈ ലോകത്തിന്റെ ചിന്തകളാൽ നമ്മുടെ ഹൃദയം കുടുങ്ങരുത്. നമുക്കൊരു പ്രത്യാശയുണ്ട്. അവന്റെ പ്രാണനാഥൻ എന്നെ ചേർക്കാൻ വരുമെന്ന പ്രത്യാശയാണ്. സ്തോത്രം. കാര്യം, നമ്മൾ അനുഗ്രഹത്തിന്റെ ദൂതൊക്കെ പറയും, അത് ദൈവവചനത്തിലുള്ള വാഗ്ദത്തമാണ്. പക്ഷേ എനിക്കും നിങ്ങൾക്കും ഒറ്റ പ്രത്യാശയേ ഉള്ളൂ, എന്റെ പ്രാണനാഥന്റെ വരവിങ്കൽ അവന്റെ അടുക്കലേക്ക് ചെല്ലുക. സ്തോത്രം. ഇവിടെ 100 അല്ല, 5000 ഇരട്ടി കട്ടിയായ വൈറസുകളോ കൊറോണ വൈറസിനേക്കാൾ അധികം പെരുകിയാലും ക്രിസ്തു ഭക്തൻ അറിയാം,
ദൈവവചനം എടുത്തു വെച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നവനും ദൈവഭക്തനും ദൈനംദിന ലോക വാർത്തകളെ കേൾക്കുന്നവനും അറിയാം ഈ ലോകത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നല്ലേ. ഇതെല്ലാം കർത്താവ് തന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നിങ്ങൾ കേൾക്കും. അവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകും. മനുഷ്യർ സ്വസ്നേഹികളായി മാറും. ഇങ്ങനെ ഒട്ടനവധി അടയാളങ്ങൾ യേശുവിന്റെ വരവുമായി ബന്ധപ്പെട്ട് ദൈവവചനത്തിൽ കാണുന്നു. ഒന്നിനോടൊന്ന് നിവൃത്തിയായി വരുന്നു. നമുക്കൊരു കാര്യം അറിയാം, ഈ ഭൂമിയിൽ തന്റെ സഭ അധിക സമയം ഇനി ഇവിടെ ഉണ്ടാകില്ല. നമ്മുടെ കാലത്ത് തന്നെ പ്രാണനാഥന്റെ വരവ് നടക്കുമെന്ന്. അത്രയും അടുത്ത് തന്റെ സഭയെ ചേർക്കാൻ കർത്താവ് വന്ന് നിൽക്കുക. ആ ഭാഗം നമുക്ക് പിന്നെ, ഞാൻ ആ ഭാഗത്തിന്റെ വിശദീകരണങ്ങളിലേക്ക് പിന്നെ വരാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഒരുങ്ങിയിരിക്കണം എപ്പോഴും.